ഇത് കണ്ട വഴിക്ക് ലൈക്ക് പോലീസുകാർ അങ്ങോട്ട് ബേജാറായി പോയി. ഇല്ലെങ്കിൽ ഞാൻ ഇസ്ലാം ടെററിസ്റ്റും കൂടി ആയനെ ഞാൻ. MGRനെയൊക്കെ ഡേ തൊപ്പി അങ്ങനെയൊക്കെയാ വിളിക്കുക. പക്ഷെ ഇതേ ആൾക്കാർക്ക് ഫൂലൻ ദേവിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഫൂലൻ ദേവി ഈ തൊപ്പി കണ്ടിട്ട് ആൾക്കാര് അതിന്റെ ഇടയിൽ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LTTയുടെ തൊപ്പിയാ ഉറപ്പിച്ചോ എന്നുള്ള. പോലീസുകാർ വന്നിരിക്കുകയാണ്. ഇതേമാതിരത്തെ ഒരു ചുമരിൽ നിറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാമൂഹിക നേതാക്കളുടെ ഒക്കെ ഫോട്ടോ. ഓ പിന്നെ ചെഗുവേര ഉണ്ടായിരുന്നു, തോമസ് ശങ്കര ഉണ്ടായിരുന്നു, അതേമാതിരി ഫൂലൻ ദേവി ഉണ്ടായിരുന്നു, വീരപ്പൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഫോട്ടോന്റെ ഇടയില് തലൈവർ പ്രഭാകരന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോ ഇത് കണ്ട വഴിക്ക് ലൈക്ക് പോലീസുകാർ അങ്ങോട്ട് ബേജാറായി പോയി. അത് വേറെ എന്തൊക്കെയോ ആണ്, തമിഴ് പുലിയാണ്. ഓൾറെഡി അങ്ങനത്തെ കഥ ഞാൻ പറയാറുണ്ട്. മേഡം പറയുന്നതിനല്ല, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇറങ്ങിയതല്ല. അത് ഞാൻ ചോദിച്ചത് അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് അമ്മ LTT മെമ്പറാണെന്ന് വരെ പറഞ്ഞു. അങ്ങനത്തെ പറഞ്ഞിരുന്നു. LTT മെമ്പറാണ്, ഇവനെ ശ്രദ്ധിക്കണം. ഞാനൊരു തൊപ്പി വെക്കായിരുന്നു, എന്റെ ഫേവറേറ്റ് തൊപ്പിയാണ് അത്. ഒരു ഇതുപോലെ തൊപ്പിയാണ്, ഒരു തൊപ്പി എന്റെ ഉണ്ടായിരുന്നു, ഫിദൽ കാസ്ട്രോ വെച്ചിരിക്കുന്ന മാതിരി. അപ്പൊ ഈ തൊപ്പി കണ്ടിട്ട് ആൾക്കാര് അതിന്റെ ഇടയിൽ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LTTയുടെ തൊപ്പിയാ ഉറപ്പിച്ചോ എന്നുള്ള. പൊതുവെ അവരുടെ ഒരു തൊപ്പിയാണ് അത്. ഞാൻ ആ സമയത്ത് തമിഴ് പുലിയായി മാറിയ അത് ഫണ്ണായിരുന്നു. ഒരുപാട് പേര്, ഒരാളൊന്നുമല്ല, കുറെ പേര് പലപ്പോഴും ഫേസ്ബുക്കിലായാലും എവിടെയെങ്കിലും ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഇവന് തമിഴ് പുലിയാണ് LTT ആ ഒരു രീതിയിൽ സംസാരിച്ചിരുന്നത്. പിന്നെ പക്ഷെ ഇതേ ആൾക്കാർക്ക് ഫൂലൻ ദേവിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഫൂലൻ ദേവി ഞാൻ പറഞ്ഞു ഇത് ഫൂലൻ ദേവിയാണ് ഇവരെന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്ക് അറിയില്ല അത് ഇവരാരാന്ന് അറിയില്ലെന്ന്. പക്ഷെ അവർക്ക് ഫൂലൻ ദേവിക്ക് പകരം ഫൂലൻ ദേവി സിനിമയിൽ അഭിനയിച്ച സിനിമാതരന് മാത്രമേ അറിയാൻ പാടില്ല, മമ്മൂട്ടിനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഒരു സാധനം. അപ്പൊ അത് തന്നെ കുറച്ചു കാലം ഒന്ന് ഒട്ടിച്ചു. പിന്നെ അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പളനി ബാബ എന്ന് പറഞ്ഞിട്ടൊരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. പുള്ളിക്കാരൻ 95ലോ 97ലോ അങ്ങോട്ടാണ് പുള്ളിക്കാരനെ RSS വെട്ടിക്കൊല്ലുന്നത്. പഴനി ബാബ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇസ്ലാം പൊളിറ്റിക്സിന്റെ ബേസിക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഴനി ബാബയെ കുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പിള്ളേരുടെ അടുത്ത് പറയാറ്. പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഒക്കെ കേൾക്കാം. ചില ആൾക്കാർ ഹിറ്റ്ലറിനെ ഒക്കെ ഉപമിച്ചിട്ട് പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഭയങ്കര വയലന്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കേൾക്കേണ്ട ഒരു ഇതിനാണ് ആഹ്വാനം ചെയ്യുന്നത്, വിപ്ലവത്തിനാണോ? പുള്ളിക്കാരൻ ഇവിടെയുള്ള മൈനോറിറ്റീസ് ഒരുമിച്ച് നിൽക്കണം, സനാതനത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈക്വാലിറ്റി ഒരിക്കലും പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റാത്തൊരു മതമാണ് അത്. സനാതന ധർമ്മത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയയിൽ മിണ്ടിയിട്ടുള്ള ഒരാളാണ്. കൊല്ലപ്പെട്ടു, ആൾ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. പാലക്കാട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പഴനി ബാബ. മാഷം ഒന്ന് കേട്ടു നോക്കണം. ഭയങ്കരനായിട്ടുള്ള ഒരാളായിരുന്നു. MGRനെയൊക്കെ ഡേ തൊപ്പി അങ്ങനെയൊക്കെയാ വിളിക്കുക പുള്ളിക്കാരൻ. അതായത് MGRും പുള്ളിക്കാരനും നമ്മളൊരു 24 വയസ്സ് ഗ്യാപ്പ് ഉണ്ടാവും. MGRനേക്കാളും 10-24 വയസ്സ് താഴെയുള്ള ഒരാളെ പുള്ളിക്കാരൻ. പക്ഷെ പഴനി ബാബ. പക്ഷെ MGRനെ ഡേ തൊപ്പി എന്നൊക്കെ വിളിച്ചിരുന്ന പിന്നെ MGR ഒരു 100 കേസ് ഇട്ടുണ്ടാവും ഇയാളുടെ പേരില്, ഇവര് തമ്മിൽ തെറ്റിയതിനു ശേഷം. പിന്നെ സോണിയാഗാന്ധിയുടെയൊക്കെ വളരെ ഉറ്റ സുഹൃത്തായിരുന്നു പുള്ളിക്കാരൻ. ഇന്റർനാഷണൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഭയങ്കര ഹോൾഡുള്ള ഒരു മനുഷ്യനായിരുന്നു. കൊന്നുകളഞ്ഞു. അപ്പോൾ അയാളുടെ ഫോട്ടോ, പുള്ളിക്കാരന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലായില്ല. ഇല്ല, അതൊന്നും മനസ്സിലായില്ല അവർക്ക്. അത് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ പ്രഭാകരൻ കുറച്ചുകൂടി ഫേമസ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇസ്ലാം ടെററിസ്റ്റും കൂടി ആയനെ ഞാൻ. അതിന് തലനാരിക്ക് രക്ഷപ്പെട്ടു വന്ന. അയ്യോ തമിഴ് പുലിയാവുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇസ്ലാമിക ഭീകരവാദിയായാലും. കാരണം പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കാരണം പിന്നെ ആൾക്കാർ നമ്മളെ വേറെ ലെവലിലേക്കാ കൊണ്ടുപോകണം. തിരിച്ചു വരവില്ല അതിനകത്ത്. പിന്നെ ഭാഗ്യത്തിന് ഞാൻ ജയിലിലെ പോയി അവസാനിക്കുള്ളൂ. തിഹാറിലെ എവിടെ പോയി കിടക്കണം. അതിന്ന് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ഇരുമ്പഴിയും അല്ലെങ്കിൽ തിഹാർ ജയിലിനെ കുറിച്ച് എഴുതേണ്ടി വരും. ഭാഗ്യത്തിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇത് കൂടുതൽ എഴുതാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, കൂടുതൽ പണിയെടുക്കുക, കൂടുതൽ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളിൽ ഫോക്കസ് ചെയ്യുക, പറ്റാവുന്നത്ര വർക്ക് ചെയ്യുക. പിന്നെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക. അതാണ് ഒരു ആർട്ടിസ്റ്റിന് മുന്നിൽ ഒരേ ഒരു വഴിയുള്ളത്. നല്ല കല ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ മീഡിയം കറക്റ്റ് ആയിട്ടുള്ളതാണ്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, അതിൽ മാഞ്ഞാണം കളിക്കാണ്ടിരിക്കുക, ഉഴപ്പാതിരിക്കുക. കാരണം ഇപ്പോൾ ഉള്ള ഒരു അട്രാക്ഷൻ ക്രൗഡ് പുള്ളിങ് കപ്പാസിറ്റി എപ്പോഴും ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ക്വാളിറ്റി നിലനിർത്തിയാലേ ഈ ആൾക്കാരുണ്ടാവുള്ളൂ. അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും ആൾ കൂടെ ഉള്ളൂ. കാരണം ഒരു പരിപാടിക്കും ഞാൻ ഒഴിഞ്ഞൊരു വേദി കണ്ടിട്ടില്ല വേണ്ട പ്രോഗ്രാമിൽ. ഇപ്പം കണ്ടാലും തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ ഹാപ്പിയാണ് അതിനകത്ത്. ആരൊക്കെ എന്തൊക്കെ എതിരഭിപ്രായം ഉണ്ടെങ്കിലും കാണാൻ വരുന്ന ആൾക്കാർ ഹാപ്പിയാണ്. അത് മതി നമുക്ക്. അപ്പോൾ അത് ആ കാര്യത്തിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ആൾക്കാരുടെ അടുത്ത്. പിന്നെ ഇപ്പം ഈ കിട്ടിയ അവാർഡും ഈ ജനങ്ങൾ കേട്ടത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ പാട്ടുകൾ എന്നുള്ളത്. അത് നമ്മളെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരാളുടെ വയലാറിൻ്റെ അല്ലെങ്കിൽ പി ഭാസ്കരൻ അങ്ങനത്തെ ONV എഴുതുന്ന പോലത്തെ സംഭവം മാത്രമല്ല പാട്ട്, എല്ലാ പാട്ടാണ്. ഇപ്പം വേടന എഴുതുന്ന റാപ്പിൽ അങ്ങനത്തെ കാൽപ്പനികത കാലത്ത് സ്ലോയിൽ 2 പരിപാടിയിട്ട് കാര്യമില്ല. റാപ്പിൻ്റെ സ്റ്റൈലിൽ തന്നെ പാടണം. അപ്പോൾ അത് എഴുതി അത് പാടി അതിന് അവാർഡ് കിട്ടി. അതൊന്നുമല്ല സംഭവം അതിനകത്ത്. അത് അർഹിക്കുന്ന അവാർഡാണ് കിട്ടിയത്. നമ്മളിൽ പറയുന്ന ആൾക്കാർ പിറ്റേ ദിവസം പോലെ കമ്പാരിസനാണ്. ഒരു വശത്ത് വയലാർ, ഒരു വശത്ത് വയലാർ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. വയലാറൊക്കെ എവിടെ കിടക്കുന്നത്? പ്രണയകാരം മുതൽ ഭക്തികാരം മുതൽ വിപ്ലവകാരം എല്ലാം എഴുതുന്ന ആളെ വയലാർ. അതിൻ്റെ മുമ്പിൽ നമ്മൾ കമ്പയർ ചെയ്യണില്ലാരും. പക്ഷേ എന്നൊരു വേദന അവാർഡ് തരാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ചെയ്യാനേ പാടില്ല. വയലാറിനെ കിട്ടി വേദന കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതൊരു മര്യാദ അല്ലത്. പിന്നെ കുറേയൊക്കെ ഹെയ്റ്റിൽ നിന്ന് വരുന്ന പിന്നെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. ഒരു കാര്യമില്ലെങ്കിലും വേണമെന്നാലേ ചീത്ത പറയാന്നുള്ള രാവിലെ എഴുന്നേക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സാധനം കേട്ട് അത്ഭുതപ്പെട്ടു പോയതേ. കാസർഗോഡ് ഒരു വാർത്ത, ഇങ്ങനെ ഒരു മാസമായിട്ട് ആ വാർത്ത 85 കിലോ കഞ്ചാവും ലഹരി വസ്തുക്കളും ആയുധവുമായി റാപ്പർ വേടൻ അറസ്റ്റിൽ ആയെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കത്തിയത്. അങ്ങനെ ഒരു വാർത്ത ആ ഏരിയയിൽ ആ റീജിയണിൽ ഓടി നടക്കുകയാണെന്നേ. ഞാൻ കണ്ണൂർ ഷോയ്ക്ക് പോയപ്പോൾ ഒരു മോൻ വന്ന് എൻ്റെ അടുത്ത് പറയാ, ചേട്ടാ ഇങ്ങനെ ഒരു വാർത്ത നടക്കണമെന്ന കാര്യം. എനിക്ക് അതിൻ്റെ മറ്റേ ഫോട്ടോയൊക്കെ അയച്ചെന്ന്. വാർത്ത കൊടുത്താണോ? ലോക്കൽ ചാനലിൽ കൊടുത്താണോ? ലോക്കൽ ചാനലുകളിലും പിന്നെ വാട്സാപ്പ് സംഘപരിവാർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓടുന്ന സാധനമാണ് അത്. വാട്സാപ്പ് ആകുമ്പോൾ പിന്നെ കാട്ടുതീ പോലെ അതെ, എവിടെ എത്തുന്നത്. അപ്പൊ അത് കണ്ടു എനിക്ക് ഫണ്ണായി പോയി. അതെന്നാ ഈ മലബാർ ഡെൽറ്റയിൽ തന്നെ താഴത്തേക്ക് വരുന്നില്ല ന്യൂസ്. അവിടെ നിന്ന് കറങ്ങിയ അവിടെ ഏരിയയിൽ തന്നെ കറങ്ങി നടക്കുകയാണ് അത്. തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂടുതൽ ആൾക്കാർ പ്രചരിപ്പിക്കില്ല. 85 കിലോ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുള്ളത് സംഗതി ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്. അപ്പൊ അത് കണ്ട് ഞാനൊന്ന് ഞെട്ടിയേ, ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള സാധനമായി പോയി. അപ്പൊ അങ്ങനത്തെ ഹെയ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് ഇതിന്റെ ഭാഗമായതുകൊണ്ടും നമുക്കത് ശീലമായതുകൊണ്ട് ഇപ്പൊ ഒരു സൈഡിൽ കൂടെ നടന്നോളും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇനിയിപ്പോ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ല വർക്ക് എടുക്കുക, മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് കൊളാബ് ചെയ്യണം എന്നുള്ള ഒരു ആൽബം അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഇപ്പൊ മ്യൂസിക് ചെയ്യുന്ന വേറെ തന്നെ ചെയ്യുന്നത് അല്ല, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. പ്രൊഡ്യൂസേഴ്സ് വേറെ, മ്യൂസിക് ഡയറക്ടേഴ്സ് വേറെ. രണ്ടുപേരെയും സ്കില്ല് വേറെ ആയിരിക്കും. ഈ ഇപ്പോൾ ഹിപ്പ് ഹോപ്പിലുള്ള പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ സാമ്പിൾ എടുത്തിട്ട് ഉപയോഗിച്ച്, മറ്റേതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇൻസ്ട്രുമെന്റിലേക്ക് ചെയ്ത് അവർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരാണല്ലോ. സിനിമകളിലൊക്കെ പണിയെടുത്ത് പ്രാക്ടീസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് വേറെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എൻ്റെ ലൈക്ക് ഈ കുട്ടികളൊക്കെ കൂടുതൽ പാടുന്ന പാട്ടുകളുണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാടാനായിട്ട് ഇപ്പോൾ നീർനിലങ്ങളിൽ അടിമയാരുടമയാരെന്ന് പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ആ പാട്ട് ഒരു കുട്ടി പാടുന്നുണ്ടെങ്കിൽ അത് ആ മ്യൂസിക് പ്രൊഡ്യൂസറിന്റെ കഴിവാണ്. ആണ് അത് ആ താളം ഉണ്ടല്ലോ, ആ താളം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് കൂടുതൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ വേണം. വരികള് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഷ ഒരു തടസ്സമാണല്ലോ. തമിഴന്മാർക്ക് ഇച്ചിരി കൂടി തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഇച്ചിരി കൂടി ഞാൻ പറയുന്നത് മനസ്സിലാവും. കാരണം ഒരു തമിഴ് ടച്ചുള്ള എനിക്ക് നല്ലോണം തമിഴ് മലയാളം പോലെ തന്നെ എനിക്ക് എഴുതാനും വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ തെന്നാട്ട് തമിഴൊക്കെ ഇച്ചിരി സൗത്ത് തമിഴാണ് എൻ്റെ വായിൽ ഇച്ചിരി കൂടി വരിക. തമിഴ് സംസാരിക്കാൻ എനിക്ക് ബേജാറില്ല. പിന്നെ ഇപ്പൊ തമിഴില് ഓഡിയൻസ് ഉണ്ട്, നല്ല ഓഡിയൻസ് ഉണ്ട്. തമിഴ് ആൽബം ചെയ്തല്ലോ? ഇല്ല, ഇനി വേണം തമിഴില്. ഞാൻ 2 പാട്ടാണ് തമിഴില് മൊത്തം പാടിയാക്കണത്. ഒന്ന് എന്താണ് ആ പടത്തിന്റെ പേര്, ഇപ്പൊ ഇറങ്ങിയത് ബൈസൺ അല്ലേ? ഇറങ്ങിയത് ബൈസൺ. അതിന് മുന്നേ ഞാനൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് ഒരു 4 വരി അതിനകത്ത് പാടിയിട്ടുള്ളൂ. ഇനി തമിഴില് കൂടുതൽ പണി, മാർക്കറ്റ് വലുതാക്കണം. എനിക്ക് തോന്നുന്ന വേടന്റെ പാട്ടുകൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത അവിടെ ഉണ്ടാവും, തമിഴ്നാട്ടിലുണ്ടാവുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ തമിഴിൽ ഇച്ചിരി കൂടി കമേഴ്ഷ്യൽ ട്രാക്കുകളും
അതായത് ഈ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നിന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ട്രാക്കുകൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് സംഗീതപരമായിട്ട് ഒരു കമേഴ്ഷ്യൽ ഒരു സാധനവും അതിലെഴുതുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഏകദേശം അങ്ങനത്തെ ഒരു സാധനമാണല്ലോ. അതൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. കൂതന്ത്രതന്ത്രം എന്നറിയില്ല, കുടിച്ച കള്ളുകളൊന്നും പറയില്ലടാ എന്ന് പറയുന്നിടത്തും പെരിയാറിൻ്റെ അരുമകളല്ലേ, അങ്ങനത്തെ ഒരു സാധനം കൂടി അതിനകത്ത് എഴുതാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ആൽബം ചെയ്യണം എന്നാണ് പുതിയ ആഗ്രഹങ്ങൾ. പിന്നെന്താ, കറുപ്പ് റെക്കോർഡ്സ് ഇച്ചിരി കൂടി വലുതാക്കണം. ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഒരു 100 ആർട്ടിസ്റ്റുകളും സൈനഡ് ആയിട്ടുള്ള ഒരു ലേബലായിരിക്കണം കറുപ്പ് റെക്കോർഡ്സ്. പിന്നെ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇൻഡസ്ട്രിയിലാണല്ലോ നമ്മൾ വളരണത്. അപ്പോൾ ഈ ഇൻഡസ്ട്രീനെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ഇൻഡസ്ട്രി വന്നത് നമ്മൾ തിരിച്ചു കൊടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കറുപ്പ് സൈഫർ, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആർട്ടിസ്റ്റുകളെ പിക്ക് ചെയ്യലും പുതിയ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരുന്നതൊക്കെ. ഇപ്പൊ എന്തായാലും നല്ല കാര്യമാണ്. കാരണം കുറേ പേർക്കാണ് അവസരം കിട്ടാൻ പോകുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ തന്നെ 15 ആർട്ടിസ്റ്റുകൾ ഇപ്പൊ തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. അതും 15 പേര് നല്ല കിടുക്കാച്ച് കിടില്ല ആർട്ടിസ്റ്റ്. ലൈക്ക് മേ ബി ഭയങ്കര ഓപ്പൺ ആയിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, രാഷ്ട്രീയം എഴുതിയും പാടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷെ സാധാരണക്കാരുടെ കവിത എഴുതുന്ന ആൾക്കാരാണ്. അതിപ്പോ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കി പറയുമല്ലോ ഇവരനെയൊക്കെ. പക്ഷെ അവർ വന്നതിന് ശേഷം ഒരു സാധാരണക്കാരൻ സിനിമാ നടനായിട്ടൊക്കെ കാണുന്നത് നമ്മൾ അപ്പോഴല്ല. ആ പണ്ടുള്ള പോലത്തെ വള്ളവനാടൻ ഡയലോഗ് മാറിയിട്ട് സാധാരണക്കാരെ സംസാരിക്കുന്ന ഭാഷ കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളത് വള്ളവനാടൻ, അല്ലെങ്കിൽ തൃശ്ശൂർ, തിരുവനന്തപുരം സ്ലാങ് ഇത് വെച്ചാണ് കേരളം ഓടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പുതിയൊരു സാധനമാണ് ഈ കൊച്ചി സ്ലാങ്. അതെ. അപ്പൊ അത് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ. അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന മാതിരി കുതന്ത്രത്തിന് കിട്ടിയ അവാർഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാരമ്പര്യമായിട്ട് നിലനിന്ന് പോന്നിരുന്ന ഒരു സാധനത്തിന് ബ്രേക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് കേരള സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. ഗ്രേറ്റ്ഫുൾ ആണ്. എന്നാണ് അവാർഡ് സ്വീകരിക്കാൻ പോകുന്ന ചടങ്ങ് കഴിഞ്ഞത്? ഇല്ലല്ല, അത് ഡിസംബറിലായിരിക്കില്ലേ? ഡിസംബറിലായിരിക്കാനാണ് തോന്നുന്നത്. കാരണം അവര് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും ഡേറ്റും കാര്യങ്ങളും തീരുമാനിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു വരില്ല ആ സമയത്ത്? പിന്നെ പരിപാടിക്ക് എന്തായാലും വരണല്ലോ. അവാർഡ് മിസ്സാക്കാൻ പാടില്ല. ഇല്ല, കറുപ്പും കറുപ്പിട്ട് കയറാനുള്ളതാണ്. അതെ, അത് തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ എവിടെയാണ് ആ കറുപ്പും കറുപ്പിട്ട് പോകുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ മോണലോവയുടെ ഒപ്പം തന്നെ എഴുതിയൊരു പാട്ടാണ് എണ്ണക്കറുപ്പി എന്ന് പറഞ്ഞൊരു പാട്ട്. എണ്ണക്കറുപ്പി എന്നുള്ള പാട്ട്. അപ്പോൾ അതൊരു EP ആയിരുന്നു. പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ 3 പാട്ടാണ് തീരുമാനിച്ചിരുന്നത്. അതായത് പ്രേമപാട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രേമപാട്ട് ചെയ്യണം. അത് ഒരുപാട് വർഷമായിട്ട് ഈ പാട്ടിന്റെ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കാം. പക്ഷെ ഈ അനുഭവം നമുക്കില്ലാത്ത കാരണം ഇത് എഴുതാൻ പറ്റുന്നില്ലേ. അപ്പോഴാണ് എനിക്ക് പ്രേമിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ലൈഫിലൊരു കാമുകി വന്നപ്പോൾ എനിക്ക് ഇതാണ് ഇതിന്റെ സാധനം. പിന്നെ പാട്ടിന്റെ വരിയും വന്നു. അപ്പൊ അങ്ങനെ 2 പാട്ട് ഫിനിഷ് ചെയ്തിട്ട് അതിലൊരു പാട്ടാണ് മോണലോവ റിലീസായത്. പിന്നുള്ളത് എണ്ണക്കറുപ്പി എന്നുള്ളൊരു പാട്ടാണ്. അപ്പൊ അതിനകത്ത് അത് ഇച്ചിരി കൂടി മെലഡിയാണ്. അപ്പോൾ വേറെ ഇനിയും കൂടുതൽ പ്രോഗ്രാം കിട്ടട്ടെ, എല്ലായിടത്തും പറന്ന് കിടന്ന പാട്, ആരെയും ഭയക്കാണ്ട് മുമ്പോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ആശയം മുറുകെ പിടിച്ച് തന്നെ പോവാം. തീർച്ചയായിട്ടും. താങ്ക് യു.